ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചേമ്പ് എങ്ങനെ പുഴുങ്ങി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ നമുക്കൊരു സ്നാക്സ് പോലെയോ എങ്ങനെ പുഴുങ്ങി കഴിക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇതുപോലെ എടുക്കുക. ഇതിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചേമ്പ്, ചേന, കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം നമ്മൾ പുഴുങ്ങാൻ വയ്ക്കുമ്പോൾ കിഴങ്ങിൻ്റെ മുകളിൽ വേണം നമ്മൾ വെള്ളം വയ്ക്കാൻ. വെള്ളം അതിൻ്റെ മുകളിൽ ഒഴിച്ചതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ഇടണം. കാരണം ഇത് കിഴങ്ങായതുകൊണ്ട് അതിന് അത്യാവശ്യം ഉപ്പ് വേണ്ടതാണ്. അപ്പോൾ ആ ഉപ്പിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസ്, ഈ കിഴങ്ങുകളൊക്കെ ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഉണ്ടാവും, അത് വരാതിരിക്കാനാണ്. അതിനുശേഷം ഒരു കഷ്ണം കുടംപുളി അതിനകത്തേക്ക് ഇടണം. അതിനുശേഷം ഒരു 3-4 പച്ചമുളക്, നമുക്ക് ആവശ്യത്തിന് കുറച്ച് വേപ്പില, അതിനുശേഷം കുറച്ച് ഇഞ്ചിയും എന്തിനാന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ എപ്പോഴും ഇതിനകത്ത് ആഡ് ചെയ്യണം. എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കിഴങ്ങ് വർഗ്ഗങ്ങളിലെല്ലാം നമുക്കൊരു ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഗ്യാസിൻ്റെ പ്രോബ്ലം കൂടുതലാണല്ലോ. അപ്പോൾ ആ ഗ്യാസ് ഇല്ലാതിരിക്കാനാണ് വെളുത്തുള്ളി ഇഞ്ചിയും കുടംപുളി ഇടുന്നത്. അതിനകത്ത് അടുപ്പത്തേക്ക് വെക്കുന്നതിന് ഉൾപ്പെടെ അതിനകത്തേക്ക് ഒരു ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇത് 2 വിസിൽ കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. 2 വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഇതുപോലെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചേമ്പ് റെഡിയായിട്ടുണ്ട്. അത് മീൻകറി ആയിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിരിക്കും. എല്ലാവരും കഴിച്ചു നോക്കുക. എൻ്റെ ഇത് യൂട്യൂബ് ചാനൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി.